പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവൻ്റെ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു ചെറിയ ആശയം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ അത്യധികമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഇങ്ങനൊരു അവസരം ഈ ഗ്രൂപ്പിൽ അനുവദിച്ചു തന്ന ഗ്രൂപ്പിൻ്റെ ബഹുമാനപ്പെട്ട അഡ്മിന്മാരെയും ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. പുതിയ നിയമത്തിൻ്റെ പ്രമേയ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി നാം പഠിക്കുന്ന ഒരു പഠന വിഷയമാണ് ന്യായവിധി അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ള പദം നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ ഒരു ന്യായവിധിയെ സംബന്ധിച്ച് നമുക്ക് വരുവാനുള്ള ഒരു ന്യായവിധിയെ സംബന്ധിച്ച് നമ്മൾ അധികവും കേൾക്കുന്നത് പഴയ നിയമത്തിൻ്റെ എഴുത്തുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചാണ്. അത് അവരുടെ ആ ജനതയ്ക്ക് വരുവാനിരിക്കുന്ന ഒരു ശിക്ഷാവിധിയെ സംബന്ധിച്ച് നമ്മൾ കാണാൻ കഴിയും. അത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും യെഹെസ്കേലിലും അശയ്യാവിലും ഒക്കെ കാണാൻ പറ്റും. കാരണം അത് യാക്കോബിൻ്റെ ഒരു കഷ്ടകാലത്തെ സംബന്ധിച്ച് യെരമ്യാ 30:7 നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഇസ്രായേലിന് വരുന്നൊരു കഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി ആ കഷ്ടത്തിന് ഉത്തരവാദി എന്തെന്ന് ചോദിച്ചാൽ അവർ യേശുക്രിസ്തു, അവരുടെ മെസ്സിഹ, അവരുടെ വീണ്ടെടുപ്പുകാരൻ, അവരുടെ പ്രവാചകന്മാർ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന മെസ്സിഹയെ അവർ തിരിച്ചറിഞ്ഞ് കൈക്കൊള്ളാഞ്ഞത് കൊണ്ട് അങ്ങനെ അവരുടെ തിരസ്കരണം ജാതികളായ അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുകയും അങ്ങനെ ആ മെസ്സിഹയെ സ്വീകരിച്ച ജാതികളെയും ആ മെസ്സിഹയെയും ഒരുപോലെ തിരസ്കരിക്കുകയും ചെയ്തു പോരുന്ന അല്ലെങ്കിൽ ചെയ്തു വന്നിരിക്കുന്ന യഹൂദൻ വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയെ വീണ്ടെടുത്തതിന് ശേഷം യെരമ്യാ 30:7 മറ്റും പറയുന്ന വിധമുള്ള ന്യായവിധി യഹൂദൻ്റെ മേൽ വരും. അതൊരു യഹൂദൻ്റെ ശിക്ഷാകാലമാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് യേശുക്രിസ്തു മത്തായി സുവിശേഷം 24-ലും മർക്കോസ് 13-ലും ലൂക്കോസ് 21-ലും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് രാത്രി നമുക്കറിയാം ന്യായവിധി എന്ന ഒരു പദം, ജഡ്ജ്മെൻറ്റ് എന്ന പദത്തെ നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്താൽ, ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ന്യായമായിട്ടുള്ള വിധിയെ സംബന്ധിച്ചാണ്. അവിടെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, വിധിക്കുന്നത് ന്യായമുള്ള വിധിയായിരിക്കും. ഓരോരുത്തരുടെയും ലംഘനങ്ങൾക്ക് ഒത്തവണ്ണമുള്ള വിധി. ആ വിധിയിൽ യാതൊരുവിധ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ആരുടെയും കൈകടത്തലോ ഒരു അന്യായമോ ഒരു അനീതിയോ ഒരു പക്ഷപാതമോ ഇല്ലാത്ത വിധിയാണ് ന്യായവിധി എന്ന് പറയുന്നത്. അപ്പം ന്യായത്തോടെ വിധിക്കുന്നത് ഒരുവൻ മാത്രമാണ്, അത് നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ്. സൃഷ്ടാവിന് മാത്രമേ നമ്മെ ന്യായം വിധിക്കുവാനുള്ള അവകാശമുള്ളൂ. കാരണം നമ്മളെല്ലാം നമ്മുടെ സകല ചെയ്തികളുമായി അവൻ്റെ മുമ്പിൽ തുറന്നും അനാവൃതവുമായിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അപ്പോൾ നാം ജീവിച്ചിരിക്കെ തന്നെ ഈ ന്യായവിധിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ന്യായവിധി എന്തുകൊണ്ടാണ് നമുക്ക് വന്നു ചേരുന്നത് എന്നുള്ളതെല്ലാം വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആമുഖമായി ഞാനൊരു തിരുവെഴുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും അതിൻ്റെ 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഞാൻ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാൻ പോകുകയാണ്. അതിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പം ന്യായവിധിക്ക് കാരണം അല്ലെങ്കിൽ എന്താണ് ന്യായവിധി ക്ഷണിച്ചു വരുത്തുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമായി ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. എന്താണ് ന്യായവിധി? വെളിച്ചം ലോകത്തിൽ വന്നു, എന്നാൽ ആ വെളിച്ചത്തെ സ്വീകരിച്ച് വെളിച്ചത്തിൽ നടക്കാൻ ആഗ്രഹിക്കാതെ സ്വാഭാവികമായ ജീവനിൽ നാം ചെയ്തു പോരുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ചെയ്യുകയും വെളിച്ചത്തിന് മുമ്പിൽ നാം വെളിച്ചത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, വെളിച്ചത്തിൽ ഒന്നും മറവായിരിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥ വചനമാണ് വെളിച്ചം. ആ വചനം നമ്മളെ
നമ്മളെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിയും. നമ്മളിലുള്ള നന്മയും തിന്മയും വെളിപ്പെട്ട് വരും. അത് മൂടി വയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പറയുകയാണ്, എന്താണ് ന്യായവിധി? ന്യായവിധി എന്ന് വെച്ചാൽ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ അവരുടെ സ്വഭാവം, അവരുടെ പ്രവൃത്തി, അവരുടെ ജീവിതം ഇരുട്ടിന് യോഗ്യമായതുകൊണ്ട്, കാരണം ബൈ നേച്ചർ എല്ലാവരും പാപികളെന്ന് ബൈബിൾ പറയുന്നു. എല്ലാ മനുഷ്യരും പാപികളാണ്. പാപ സ്വഭാവം എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. അത് നമുക്ക് ആദാമിൽ നിന്നും നൈസർഗികമായി ലഭിച്ച് വന്നതാണ്. അതിനെ നമ്മൾക്ക് നമ്മുടെ സ്വന്തം നിലയിലോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനോ സാമൂഹികമായ പരിഷ്കർത്താക്കൾക്കോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചമച്ചുണ്ടാക്കിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾക്കോ പ്രമാണങ്ങൾക്കോ സ്കൂളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതിക്കോ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ പാപ സ്വഭാവത്തെ മായ്ച്ചു കളയാൻ കഴിവില്ല. പാപത്തെ മായ്ക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ സകല പാപത്തെയും ശുദ്ധീകരിക്കുന്നതെന്ന് 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്നുണ്ട്. ആരാണ് ആ രക്തത്തെ തങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, ആ രക്തത്താലുള്ള സ്ഥാപിതമായ പാപമോചനത്തെ ഏറ്റെടുക്കുന്നത്, അവർക്കാണ് ന്യായവിധിയിൽ നിന്ന് ഒഴിവായിരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിൽ പറയുന്നത് എന്താണ് ന്യായവിധി? ന്യായവിധി എന്നത് നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തിയോ തിന്മ പ്രവൃത്തിയോ സംബന്ധിച്ചുള്ള കാര്യമല്ല. അത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം എല്ലാം ശിക്ഷയ്ക്ക് യോഗ്യരായിട്ടാണ് ജനിച്ചു വന്നത്. എന്നാൽ നാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള രക്ഷയ്ക്ക് യോഗ്യമായ ഒരു വഴി യേശുക്രിസ്തു മുഖാന്തരമുള്ള സാൽവേഷൻ, രക്ഷയാണ്. അതിനെ കൈക്കൊള്ളാതെ അതിനെ തിരസ്കരിച്ച് കളഞ്ഞിട്ട് സ്വാഭാവികമായി നടന്നു വരുന്ന വഴിയിലൂടെ നടക്കുക, പാരമ്പര്യവും മതാനുഷ്ഠാനങ്ങളും കർമാനുഷ്ഠാനങ്ങളും പാപ സ്വഭാവങ്ങളും ഉള്ളവർ അനേകരും സുവിശേഷം കേട്ടാൽ മാനസാന്തരപ്പെടണം, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, ജഡത്തിൻ്റെ താല്പര്യങ്ങളെ താലോലിക്കാൻ കഴിയുകയില്ല, ഇങ്ങനെ ദൈവവചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ വെളിച്ചത്തിലേക്ക് വരാതിരിക്കുന്നു. നമുക്കറിയാം, പല ആളുകളും ഈ സുവിശേഷം കേൾക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകൾ പറയുന്നത്, ഇപ്പോൾ എനിക്ക് ചെറുപ്പമാണ്, ഇപ്പോൾ സുവിശേഷം കേൾക്കാനുള്ള പ്രായമല്ല, ഇനി കുറച്ച് പ്രായമൊക്കെ ആവട്ടെ, 19-60 വയസ്സൊക്കെ ആയിട്ട് ജീവിതം ഏതാണ്ട് തീരുന്ന സമയത്ത് സുവിശേഷം കേൾക്കാം. അങ്ങനെയുള്ളവരുടെ ഒരു വാദത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ഇന്നവർ താലോലിക്കുന്ന, ഇന്നവർ സംതൃപ്തി കണ്ടെത്തുന്ന മദ്യവും മയക്കുമരുന്നും അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളും അതുപോലെ ലൈംഗികമായ കാര്യങ്ങളും ആസക്തികളും ഒക്കെ വെച്ച് പുലർത്തി അത് ഉപേക്ഷിച്ചിട്ട് ഈ സന്തോഷങ്ങൾ, ഈ ജഡികമായ സന്തോഷങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ നടക്കാൻ ശ്രമിച്ചാൽ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു സമയം വരികയാണെങ്കിൽ അത് അപ്പോൾ മാത്രം ഉപേക്ഷിക്കാം, വയസ്സാകുമ്പോൾ ഉപേക്ഷിക്കാം. അതുവരെയും ഈ ആസക്തികളെ തുടർന്നു പോവുക എന്നുള്ള മനോഭാവം അനേകർക്കുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ആശയം, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയുകയല്ല. ഞാൻ സുവിശേഷം പങ്കുവച്ചിട്ടുള്ള ഒരു 10-20-25 വർഷങ്ങൾക്കപ്പുറം തുടങ്ങി സുവിശേഷം പങ്കുവെക്കുമ്പോൾ എൻ്റെ സമപ്രായക്കാരും കുറച്ചുകൂടി എന്നേക്കാൾ ചെറുപ്പമായിട്ടുള്ളവരും എന്നോട് പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടി ഒരുപക്ഷെ നിങ്ങൾ അനേകർ കേട്ടിട്ടുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മറുപടിയാണ്. അപ്പോൾ അവർ ഇരുട്ടിനെ സ്നേഹിക്കുന്ന ആളുകൾ ആരും വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വെളിച്ചത്തിലേക്ക് നാം വരുമ്പോൾ വെളിച്ചമാണ് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിൽ കിടക്കുന്ന, നമ്മുടെ ഇരുണ്ട് കിടക്കുന്ന സ്വഭാവങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, വെളിച്ചത്തിൻ്റെ ശക്തി എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് ഒരു വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇരുട്ടുള്ള ഒരു മുറിയിൽ, കൂരിരുട്ട് നിറഞ്ഞ ഒരു മുറിയിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട്, എന്തൊക്കെയാണ് മോശമായി കിടക്കുന്നത് എന്നറിയാൻ കഴിയുകയില്ല. അവിടേക്ക് ഒരു വലിയ പ്രകാശം അവിടേക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ആ പ്രകാശം ചെന്ന് പതിയുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇരുട്ട് നീങ്ങി പോകും. പ്രകാശത്തിൻ്റെ പരിധി അവസാനിക്കുന്നത്തേക്ക് ഇരുട്ട് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇരുട്ടിനെ അകറ്റി കളയുക. പ്രകാശം വന്നു ചേരുമ്പോൾ ഇരുട്ടിൽ, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ഇരുട്ടിൻ്റെ വാസനകൾ വെളിപ്പെട്ട് വരും. ആരാണ് പ്രകാശം? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ യോഹന്നാൻ ഇവിടെ പറയുകയാണ്, ന്യായവിധി എന്ന് വെച്ചാൽ അത്
മനുഷ്യർ അവരുടെ പ്രവർത്തികൾ ദോഷമായതുകൊണ്ട് അവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ മടിക്കുന്നു. അവർ സ്വാഭാവികമായും അവർ താലോലിക്കുന്ന ഇംഗിതങ്ങൾക്കും ആശകൾക്കും അവരുടെ ജഡിക സുഖഭോഗങ്ങൾക്കും അവരെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന, അവരിൽ വാസം ചെയ്യുന്ന ദുഷ്ടാത്മാവിനാൽ ഇവയൊക്കെ ചെയ്യുകയും അതവർ ആസ്വാദ്യകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് ഇന്നത്തെ യുവതലമുറയിൽ നമുക്ക് ഏറ്റവും അധികമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ എന്താണ് ന്യായവിധി എന്ന് നമ്മൾ കണ്ടു. ന്യായവിധി എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, നമുക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള ആ രക്ഷയെ തിരസ്കരിച്ച് കളയുന്നതാണ് ന്യായവിധി നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അല്ലാതെ നമ്മൾ അഡീഷണലായി ചെയ്തു പോരുന്നൊരു പുതിയ പാപമല്ല. നമുക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറന്നു, രക്ഷയ്ക്കായി ഒരു വഴി തുറന്നു. ആ രക്ഷയെ നിരസിക്കുന്നതാണ് ന്യായവിധിക്ക് നമ്മെ കാരണക്കാരാക്കുന്നത്. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ പേര് യോഹന്നാൻ സ്നാപകൻ എന്നാണ്. ഈ യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ച് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ചില വാക്യങ്ങളും, മലാഖി പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായത്തിലും ഈ യോഹന്നാൻ്റെ വരവിനെ സംബന്ധിച്ച് പ്രസ്താവിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മലാഖിക്ക് ശേഷം 400 സംവത്സരം ഇസ്രായേലിന് ഒരു പ്രവാചകൻ പോലും ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു. അവരെ വിമർശിച്ച് നടത്തുവാനോ അവർക്ക് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു കൊടുക്കുവാനോ ആരുമില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടങ്ങൾക്ക് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഒരു പ്രവാചകൻ ജനിക്കുന്നത്. ആ പ്രവാചകൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ തീക്ഷ്ണമായ കർശനമായ നിലപാടുകളുള്ള, ഒരു മയവും മര്യാദയും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന, ഒരു നിർദാക്ഷിണ്യം സംസാരിക്കുന്ന, കുറ്റക്കാരനെ കുറ്റം വിധിക്കുന്നതിൽ ഒരു മര്യാദയും പുലർത്താത്ത ഒരു പ്രവാചകനായിട്ടാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷം 1 മുതൽ അല്ലെങ്കിൽ 2-3 അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകൻ്റെ ദൗത്യം എന്താണ് എന്ന് നമുക്ക് യെശയ്യാവ് 40-ൽ വായിക്കുന്നുണ്ട്. കാരണം യഹോവയുടെ പ്രത്യക്ഷതയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് ഈ പ്രവാചകൻ്റെ ദൗത്യം. അദ്ദേഹം തൻ്റെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം, ആ സമയമായപ്പോഴേക്കും ഏതാണ്ട് യഹോവയുടെ വരുന്ന പ്രത്യക്ഷതയെ സംബന്ധിച്ചുള്ള പ്രവചന നിവൃത്തിയുടെ കാലം വന്നപ്പോൾ അവൻ്റെ മുമ്പിലേക്ക് നമ്മുടെ കർത്താവ് വരികയാണ്. അപ്പോൾ അവൻ വരുന്നത് യഹോവയ്ക്ക് വഴിയൊരുക്കുവൻ എന്ന് പറയുമ്പോൾ വരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇതിനാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും, യഹോവ എന്ന വീണ്ടെടുപ്പുകാരൻ ജഡത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ യഹോവ യേശുക്രിസ്തു എന്ന നാമം ധരിച്ചുകൊണ്ട് മനുഷ്യരുടെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെട്ടു വരുന്നു. അവൻ മറ്റാരുമല്ല, യെശയ്യാ 40-ൽ പറയുന്ന യഹോവയാണ്. അതുപോലെ മലാഖി 3:1-ൽ പറയുന്ന 3:1-2 പറയുന്ന യഹോവയായ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് പ്രവൃത്തിക്ക് വേണ്ടി വെളിപ്പെട്ട് ജഡത്തിൽ പ്രത്യക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നത് എങ്ങനെയാണ്, യോഹന്നാൻ എന്ന പേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ എത്രേ. യോഹന്നാൻ അല്ല വെളിച്ചം. യോഹന്നാനെ ടെസ്റ്റിഫൈ ചെയ്യുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന, ചൂണ്ടിക്കാണിക്കുന്നതാണ് വെളിച്ചം. അതുകൊണ്ട് അവിടെ പറയണ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ ലൈറ്റിനെ കുറിച്ചാണ്, ഈ വെളിച്ചത്തെക്കുറിച്ചാണ് നമ്മൾ ഹെബ്രായർ 1:1 വായിക്കുന്നത്. പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്ന ദൈവം, അതാണ് വെളിച്ചം. അപ്പോൾ ആ വചനമാണ് വെളിച്ചം. യേശുക്രിസ്തു വചനം ജഡമായി വന്നതാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൻ്റെ ആമുഖമായി കാണാൻ കഴിയും. അപ്പോൾ ആ വെളിച്ചം പ്രവാചകന്മാരുടെ അധരങ്ങളോടെ വന്നുകൊണ്ടിരുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചു എന്ന് എഴുതിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ആ വെളിച്ചത്തെ സാക്ഷീകരിക്കുക, ആ വെളിച്ചത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക, ലോകത്തിൻ്റെ രക്ഷകനെ ലോകത്തിന് മുമ്പിലേക്ക് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ പ്രവാചകന്റെ ദൗത്യം. അപ്പോൾ ആ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവൻ വെളിച്ചമായിരുന്നില്ല, മറിച്ച് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. അവൻ മുഖാന്തരം ലോകം അവൻ മുഖാന്തരം ഉളവായി. ആര്? ഈ വരുന്ന ഈ വെളിച്ചം ആരാണ്? യേശുക്രിസ്തുവ. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരമാണ് ലോകം ഉണ്ടായത്. അതുകൊണ്ട് അവൻ മുഖാന്തരം ഉളവായി. ലോകം എന്നാൽ ഈ ഉളവായ ലോകം അല്ലെങ്കിൽ ഈ മനുഷ്യവർഗം, ഈ ഹ്യൂമൻ കൈൻഡ്
ദൈവത്തെ, ആ വെളിച്ചത്തെ അറിയാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം യേശു കർത്താവിനെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയും വെളിച്ചവുമായി കൈക്കൊള്ളുന്നവർക്ക് ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാകുവാൻ അധികാരം കൊടുത്തു എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പല സമയത്തും വെളിച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ബൈബിളിൻ്റെ പ്രമേയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ പ്രമേയങ്ങൾ ഈ ന്യായവിധി പോലെ തന്നെ വെളിച്ചവും കാര്യമാണ്. കാരണം ഇരുട്ടിൻ്റെ പ്രവൃത്തികളും വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയെയും സംബന്ധിച്ച് നമുക്ക് കേവലം സുവിശേഷങ്ങളിൽ മാത്രമല്ല അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണരുക, എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നൊക്കെ നമുക്ക് യെശയ്യാ പ്രവചനത്തിൻ്റെ ഉദ്ധരണിയിൽ നിന്നും പൗലോസ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ചും നമുക്ക് പൗലോസിൻ്റെ ലേഖനത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ യോഹന്നാൻ 1 വരുമ്പോൾ, 1 യോഹന്നാൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിങ്ങനെയാണ്: ദൈവം വെളിച്ചമാകുന്നു. ഇവിടെ യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇവിടെ വന്നിട്ട് അതേ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയണം, ആ ദൈവമാണ് വെളിച്ചം. അപ്പോൾ ദൈവവും യേശുവും രണ്ടാണോ? അല്ല, ദൈവം തന്നെയാണ് യേശു, അല്ലെങ്കിൽ യേശു തന്നെയാണ് ദൈവം. അപ്പം ആ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. യേശു ക്രിസ്തുവിൽ ആർക്കും ഇന്ന് വരെ ഒരു മനുഷ്യനും അവൻ്റെ നേരെ വിരൽ ചൂണ്ടുവാൻ കഴിഞ്ഞിട്ടില്ല. അവനെ കുറ്റാരോപണം ചെയ്ത് റോമ ഗവൺമെൻറ്റിൻ്റെ കോടതിയിൽ കൊണ്ടു നിർത്തുമ്പോൾ അവനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളിൽ ആലെളിയ തീരുമാനമെടുക്കേണ്ടെന്ന് വിധികർത്താവായ പീലാത്തോസ് പോലും പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന്. ആമേൻ. അപ്പോൾ പല കോടതികളിൽ ചാർജുമായി കൊണ്ടു നിർത്തിയിട്ടും ഒരാൾക്കും അവൻ്റെ നേരെ കുറ്റം വിധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശു തന്നെയും യഹൂദന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, എന്നെ പാപത്തെക്കുറിച്ച് ആർ ബോധം വരുത്തും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ യേശുവിൽ പാപം ആരോപിക്കാൻ കഴിയും? ഇന്നോളമുള്ള ഒരു മനുഷ്യർക്കും, ബുദ്ധിയുള്ള മനുഷ്യർക്ക്, വിവേകമുള്ള മനുഷ്യർക്ക് യേശുവിൽ കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിന് തുല്യമായോ യേശുവിനെ ഒപ്പമോ അതിലധികമോ ആയി മനുഷ്യർ വാഴ്ത്തിപ്പാടുന്ന അവർ അധാർമികതയുടെ മൂർധന്യാവസ്ഥയിൽ നിന്നിരുന്നു എന്നുള്ളതും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇവിടെ യോഹന്നാൻ പറയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ആരോട് കേട്ടു എന്നാണ് പറയുന്നത്? ഇവരാരും ഒരു എക്സ്റ്റേണൽ ദൈവശബ്ദം പഴയ നിയമത്തിൽ സാമുവേൽ തുടങ്ങിയ പ്രവാചകന്മാർ കേട്ടതുപോലെ കേട്ടതായിട്ട് പറയുന്നില്ല. പിന്നെ ഇവരെന്താണ് കേട്ടത്? അതിനെക്കുറിച്ചാണ് അവർ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. എന്ന് വെച്ചാൽ ദൈവമാണ് ജീവൻ, ജീവന്റെ സ്രോതസ് ദൈവമാണ്. ആ ദൈവം പ്രത്യക്ഷമായി, ആ ദൈവം വെളിച്ചമാണ്. ആ ദൈവം ഞങ്ങൾ അവനോട് കേട്ട് എന്നാണ് പറയുന്നത്. അപ്പം അവനോട് കേട്ട് ഞങ്ങൾ അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു, എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ന്യായവിധി സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് സകല മാനവജാതിയുടെയും സകല ആദാമ്യ സന്തതികളുടെയും, ഇന്ന് ജാതി മത വേലിക്കെട്ടുകളിൽ മനുഷ്യൻ തങ്ങളെ തന്നെ വേർപിരിച്ച് സമുദായങ്ങളാക്കി തിരിച്ച് അന്യോന്യം കൊല്ലാനും തിന്നാനും വാളെടുത്തും പോരാടിയും ശൂലമെടുത്തും കുത്തിയും പരിക്കേൽപ്പിച്ചും കേസ് കൊടുത്തും ജയിലിലടച്ചും അനേക ദൈവങ്ങളെ ഉണ്ടാക്കി ആ ദൈവങ്ങൾക്ക് പ്രസാദകരമാകുമെന്ന് കരുതി നിഷ്കളങ്ക മനുഷ്യന്റെ രക്തം ചീന്തിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് ഒരേ ഒരു ദൈവം, ഒരേ ഒരു സൃഷ്ടികർത്താവ്, വെളിച്ചം. ആ വെളിച്ചം ആരുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശിതമായി തീർന്നിട്ടുണ്ടോ അവർ ഇരുട്ടിൽ നിന്നും പ്രകാശിതരായി അവർ സത്യത്തെ കണ്ടെത്തുവാൻ, സത്യം അവരിൽ വസിക്കുവാൻ, സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, പുത്രത്വത്തിലേക്ക് കടന്നു വരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാം സ്വാഭാവികമായ ജനനത്തിൽ പാപികളായിരുന്നു. എന്നാൽ നാം യേശു ക്രിസ്തുവിനെ നമ്മുടെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ
നമ്മുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മുടെ രക്ഷിതാവിൻ്റെ വെളിച്ചം കടന്നു വരും. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശിക്കുമ്പോൾ നമ്മിലുള്ള ഇരുട്ടിനെക്കുറിച്ച്, നമ്മിലുള്ള പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരും. അപ്പോൾ നാം പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനും അതിനെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിച്ച് പാപമോചനവും പുത്രത്വവും പ്രാപിക്കുവാൻ നാം വെമ്പൽ കൊള്ളുകയും ചെയ്യും. അത്തരത്തിൽ നാം പാപമോചനം പ്രാപിക്കുമെങ്കിൽ നാം പുത്രത്വം, ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും എന്നുള്ള അധികാരമുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടും. അങ്ങനെയെങ്കിൽ അധികാരമുള്ള പുത്രനും പുത്രിയുമാണെങ്കിൽ സ്വർഗീയ ഭണ്ഡാരഗ്രഹങ്ങളുടെ അവകാശിയും അലളിയ കൂട്ടുത്തരവാദികളുമായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തിട്ടുണ്ട്. ആ അനുഭവത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമ്മളുടെ ക്രിസ്തുവാകുന്ന ദൈവവചനമാകുന്ന വെളിച്ചത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തുവാൻ, അതിനഭിമുഖമായി പിടിക്കുവാൻ, എനിക്ക് ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, സന്തോഷമുള്ള, പ്രകാശപൂരിതമായ ഒരു ജീവിതം എനിക്ക് ആവശ്യമുണ്ട്. ഒപ്പം എൻ്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും വരുവാനുള്ള ന്യായവിധിയിൽ നിന്നും ഈ വെളിച്ചത്തെ കൈക്കൊണ്ടുകൊണ്ട് ലഭിക്കുന്ന ന്യായവിധിയിൽ നിന്നുള്ള ഒഴിവ്, നിത്യജീവൻ, അതിൻ്റെ പകരമായി ലഭിക്കുന്ന നിത്യജീവൻ എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഇന്നോളം ഈ വെളിച്ചത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കേട്ട് അനുസരിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.